ക്രിസ്തേശുവിൽ സ്നേഹവന്ദനം. റാന്നി പഴവങ്ങാടിക്കര ഇമ്മാനുവേൽ മാർത്തോമ ഇടവകയുടെ പഴയകാല ഗായകസംഘ കൂട്ടായ്മയായ സെലസ്റ്റൽ ഹാർപ്പിൽ നിങ്ങളോടൊപ്പം വീണ്ടും ദൈവവചനം പങ്കുവെക്കുവാൻ ലഭിച്ച ഈ അവസരം വളരെ വിലയേറിയതായി ഞാൻ കരുതുന്നു. ഇന്ന് സഭയായി വിദ്യാഭ്യാസ ഞായറായി വേർതിരിച്ചിരിക്കുന്ന ദിവസമാകുന്നത്. നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിനായി 111 സങ്കീർത്തനം 11 വാക്യം, ഫിയർ ഓഫ് ദ ലോർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് ദ വിസ്ഡം. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു. വിസ്ഫോടനമായ വളർച്ചയാണ് ഇന്ന് ആധുനിക ശാസ്ത്രലോകം കൈവരിച്ചിരിക്കുന്നത്. നല്ലതും തീയതും തിരിച്ചറിയാതെ പുത്തൻ തലമുറ ഇന്ന് ഒഴിലുകയാണ്. രണ്ട് വിധത്തിൽ വേദപുസ്തക ജ്ഞാനത്തെ നമുക്ക് വേർതിരിക്കാം: ദൈവിക ജ്ഞാനവും ലൗകിക ജ്ഞാനവും. ഇന്ന് ലൗകിക ജ്ഞാനം ദൈവിക ജ്ഞാനത്തെ കീഴ്പ്പെടുത്തി കളയുന്നുവോ എന്ന് സന്ദേഹിക്കേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വളരെ വലുതാണ്. സെലസ്റ്റൽ ഹാർപ്പ് ഗ്രൂപ്പിലെ ഭൂരിപക്ഷം ആളുകളും പഠിച്ചത് നമ്മുടെ ഇടവകയുടെ ഉടമസ്ഥതയിലുള്ള റാന്നി എസ് ഹൈസ്കൂളിലെ വിദ്യാഭ്യാസമാണ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിൽ നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധിച്ചിരുന്നു. പഴയ സ്കൂളിൻ്റെ ചുവരുകളിലും മറ്റും എഴുതി വച്ചിരുന്ന വാക്യങ്ങൾ എപ്പോഴും നമ്മളെ ആകർഷിച്ചിട്ടുണ്ട്. വിദ്യാദാനം സർവ്വധനാൽ പ്രധാനം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. പ്രഭാതത്തിലുള്ളതായ പാട്ടും അസംബ്ലിയും മൂല്യാധിഷ്ഠിത ക്ലാസുകളും ദൈവവചന ക്ലാസുകളും ചിട്ടയായിട്ടുള്ളതായ ക്രമീകരണങ്ങളും ഒക്കെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിന് വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. എന്താണ് ശരിയായ വിദ്യാഭ്യാസം? ജോൺ കീറ്റ്സ് എന്ന ചിന്തകൻ ഇപ്രകാരം പറയുന്നു: വിദ്യാഭ്യാസം പാത്രം നിറയ്ക്കലല്ല, പിന്നെയോ തിരി തെളിക്കലാണ്. ജ്ഞാനം പകർന്നു നൽകുമ്പോഴാണ് അത് മൂല്യമുള്ളതായിട്ട് തീരുന്നത്. ദൈവിക പരിജ്ഞാനത്തിൽ കുട്ടികളെ വളർത്തപ്പെടുക എന്നുള്ളതാണ് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. രൂപപ്പെടലിൻ്റെയും രൂപപ്പെടുത്തലിൻ്റെയും കലയാണ് വിദ്യാഭ്യാസം. അതുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം ബുദ്ധിയുടെ വികാസം മാത്രമല്ല, മനസ്സിൻ്റെ വികാസവും ഹൃദയത്തിൻ്റെ വിശാലതയുമാണ് ഒരു കുട്ടിയെ നല്ല മനുഷ്യനാക്കി രൂപാന്തരപ്പെടുത്തുന്നത്. ഇന്ന് മിടുക്കരെ സൃഷ്ടിക്കുന്ന വിദ്യാഭ്യാസമാണോ, നല്ല മനുഷ്യരെ വാർത്തെടുക്കുന്ന പണിശാലയാണോ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് സാക്ഷര രാക്ഷസന്മാർ സൃഷ്ടിക്കപ്പെടുന്നുവോ, അതോ നന്മ നിറഞ്ഞ മനുഷ്യർ രൂപപ്പെടുന്നുവോ? വിദ്യാഭ്യാസം ഒരു വേഷം കെട്ടലല്ല, അതൊരു ജീവിത സമർപ്പണമാണ്. മനുഷ്യ കുഞ്ഞുങ്ങളായി ജനിക്കുന്നവരെല്ലാം പലപ്പോഴും മനുഷ്യത്വമുള്ളവരായി വളരുകയോ അപ്രകാരം പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുന്നത് ദുഃഖകരമായ കാര്യമത്രേ. ഒരു കുട്ടിയെ നല്ല മനുഷ്യനായി വളർത്തുവാൻ പരിശീലിപ്പിക്കുന്നതാകട്ടെ നമ്മളുടെ വിദ്യാഭ്യാസ പദ്ധതികൾ. നല്ല മനുഷ്യരായി വളരുവാനായിട്ട് എന്തു വേണം? 3 കാര്യങ്ങൾ അനിവാര്യമാണ്. 1 അറിവ്, 2 നിറിവ്, 3 തിരിച്ചറിവ്. നോഡൽ, സോഷ്യൽ അവയർനെസ്, റിയലൈസേഷൻ. ഇന്ന് അറിവിൻ്റെ ലോകമാണ്. ലോകമെന്ന് വളരെ വിശാലമാണ്. വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ആവേശം ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിവര സാങ്കേതിക വിദ്യയിലൂടെ ധാരാളം ഇൻഫോർമേഷൻസ് ഇന്ന് നമുക്ക് കുട്ടികൾക്കും ലഭിക്കുന്നു. എന്നാൽ ഈ അറിവ് നിറിവോടുകൂടിയും തിരിച്ചറിവോടുകൂടിയും ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ മൂല്യവത്തായ വ്യക്തിത്വങ്ങളായിട്ട് നാം തീരുന്നത്. മനുഷ്യൻ ഇന്ന് ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ സാമൂഹിക ജീവിതക്രമം ചിട്ടപ്പെടുത്തുമ്പോഴാണ് നിറിവിലേക്ക് നാം പ്രവേശിക്കുന്നത്. സാമൂഹിക അവബോധം സൃഷ്ടിക്കപ്പെടുന്നതായ നിറിവിൻ്റെ വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് വിദ്യാഭ്യാസ കാലയളവിൽ ഇടയായിത്തീരണം. അറിവും നിറിവും ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നത് തിരിച്ചറിവ് നേടുമ്പോഴാണ്. മൂല്യവത്തായതിനെ കണ്ടെത്തുവാനും ആദരിക്കുവാനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിലൂടെ ആർജിക്കുമ്പോഴാണ് തിരിച്ചറിവ് സാധ്യമായി തീരുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയുക മാത്രമല്ല, ശരിയുടെ പക്ഷത്ത് നിൽക്കുവാനും നമുക്ക് സാധിക്കണം. ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതിനും
ജീവിത മൂല്യങ്ങളെ തിരിച്ചറിയുന്നതിനും അറിവും നിറവും തിരിച്ചറിവും സ്വായത്തമാക്കുന്നതിനും ദൈവഭക്തിയുടെ പ്രസക്തി ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. ഫിയർ ഓഫ് ദ ലോർഡ് ആസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എന്താണ് ഭക്തി? ഇന്റൻസ് ലവ് ആണ് ഭക്തി. അകമഴിഞ്ഞ തീവ്രമായ സ്നേഹമാണ് ഭക്തി. യഹോവ ഭക്തി എല്ലായ്പ്പോഴും ദൈവത്തെങ്കിലേക്ക് നോക്കുകയും ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുകയും ചെയ്യുന്നതാണ് യഹോവ ഭക്തി. എല്ലാ മൂല്യങ്ങളുടെയും ഉറവിടം ദൈവമാണ്. ദൈവവിശ്വാസവും ദൈവിക വിളിയും തിരിച്ചറിവും ഉള്ളവർക്കാണ് നല്ല ദിശാബോധം ലഭിക്കുന്നത്. ആശ്രയിക്കുക, സേവിക്കുക എന്നീ അർത്ഥങ്ങളുള്ള ഫജ് എന്ന ധാതുവിൽ നിന്നാണ് ഭക്തി എന്ന പദത്തിന്റെ ഉൽപ്പത്തി. വ്യവസ്ഥകളില്ലാതെയും തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെയും സ്നേഹിക്കുന്ന ഒരു വികാരമാണ് ഇത്. ദൈവത്തോടുള്ള ഈ ഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. ജ്ഞാനം പ്രാപിക്കുക എന്നുള്ള ചിന്ത വേദപുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. 141 പ്രാവശ്യം ഈ പദം പഴയ നിയമത്തിൽ കാണുന്നുണ്ട്. ബൈബിളിൽ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ 3 പുസ്തകങ്ങൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. അതിനെ ജ്ഞാന സാഹിത്യമെന്ന് വിശേഷിപ്പിക്കുന്നു. ഇയ്യോബ്, സദൃശവാക്യങ്ങൾ, സഭാപ്രസംഗം. സങ്കീർത്തനത്തിലെ ചില പ്രധാന സങ്കീർത്തനങ്ങളും ഈ ജ്ഞാന സാഹിത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ദൈവദത്തമായി ലഭിക്കുന്നതാണ് ജ്ഞാനം. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് സാധ്യമാകുന്നത്. ജ്ഞാനത്തിന്റെ ഉറവിടം ദൈവമാകുന്നു. ആ ദൈവത്തിൽ നിന്ന് വേണം ജ്ഞാനം പ്രാപിക്കുവാൻ. ഒരു ഗ്രീക്ക് ചിന്തകൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: ഒരുവൻ അജ്ഞനാണെന്ന് അറിയുന്നത് ആകുന്നു യഥാർത്ഥ ജ്ഞാനം. ഇയ്യോബ് ചോദിക്കുന്നു, 28-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബിന്റെ ചോദ്യം: ജ്ഞാനം ഒരിടത്തും കണ്ടുകിട്ടാൻ കഴിയുന്നില്ല, എന്ത് വില കൊടുത്താലും കിട്ടാൻ സാധ്യതയുമില്ല, ജ്ഞാനത്തോടെ ഒന്നും ഒക്കുന്നുമില്ല, പിന്നെ ജ്ഞാനം എവിടെ നിന്ന് വരുന്നു, വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ എന്ന് ഇയ്യോബ് സംഗതമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. തുടർന്ന് അതിന് മറുപടി നൽകുകയാണ്: കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം ആകും. യാക്കോബ് ശ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിച്ചാൽ അത് ലഭിക്കും. ശലോമോൻ വരം ചോദിപ്പാൻ അവസരം ലഭിച്ചപ്പോൾ വിവേകമുള്ളൊരു ഹൃദയമാണ് എനിക്ക് ലഭിക്കേണ്ടത് എന്ന് ജ്ഞാനിയായ ശലോമോൻ ചോദിക്കുന്നു. രാജ്യം ഭരിക്കാൻ ജ്ഞാനമുള്ള ഹൃദയമാണ് ശലോമോൻ ചോദിച്ചത്. അതിനായി അദ്ദേഹം 1000 ഹോമയാഗങ്ങൾ അർപ്പിച്ചു. ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ശലോമോൻ ചോദിച്ച വരം ദൈവം അവന് നൽകി. അഹരോന് പുരോഹിത വസ്ത്രം ഉണ്ടാക്കേണ്ടതിന് ചിലർക്ക് ദൈവം ജ്ഞാനം കൊടുത്തതായി പുറപ്പാട് പുസ്തകം 28-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ബെസലേലിനും ഒഹലിയാബിനും സമാഗമന കൂടാരം പണിയുവാൻ ജ്ഞാനം നൽകപ്പെട്ടു. നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ദൈവമാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. ദൈവം എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാണ്. വൈദഗ്ധ്യവും സാമർഥ്യവും ഇതൊക്കെ ദൈവത്തിന്റെ അനുഗ്രഹമാണ്. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത വർണ്ണിക്കുന്നു. ആത്മീക ജ്ഞാനം, ക്രിസ്തുവിന്റെ ജ്ഞാനം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. യേശുവാകട്ടെ ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതി ആർജിച്ചുകൊണ്ട് ശാരീരികമായും മാനസികമായും വളർന്നു വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ആൻഡ് ജീസസ് ഇൻക്രീസ്ഡ് ഇൻ വിസ്ഡം ആൻഡ് ഇൻ സ്റ്റേച്ചർ ആൻഡ് ഇൻ ഫേവർ വിത്ത് ഗോഡ് ആൻഡ് മാൻ. ഭാരതീയ മതങ്ങൾ അനുസരിച്ചും ജ്ഞാനം ഒരു പ്രധാന ചിന്തയാണ്. ഭഗവത്ഗീത 5-ാം അധ്യായം മുഴുവനും ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ആ അധ്യായത്തിന് ജ്ഞാനയോഗം എന്നാണ് പേര് പറയുന്നത്. ഉപനിഷത്ത് വേദാന്തികൾ വേദകാലത്തെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: കർമ്മകാന്ഡം, ഉപാസനകാന്ഡം, ജ്ഞാനകാന്ഡം. മോക്ഷം പോകാൻ ജ്ഞാനവും ഒരു മാർഗമാണെന്ന് അവർ വിശ്വസിച്ചു. ഈ ജ്ഞാനം ഭൗതിക ജ്ഞാനമല്ല, അത് ദൈവിക ജ്ഞാനമാണ്. ഭഗവത്ഗീത ഇപ്രകാരം പറയുന്നു: അപി ചേതസി പാപേഭ്യ സർവേഭ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേ നൈവ വൃജിനം സം തരിഷ്യസി. എന്റെ അർത്ഥം, നീ എല്ലാ പാപികളെക്കാളും പാപിയാണെങ്കിൽ പോലും
ജ്ഞാനമാകുന്ന കപ്പലിലേറി പാപമാകുന്ന കടലെല്ലാം കടക്കാൻ കഴിയും. ശങ്കരാചാര്യർ AD 788 മുതൽ 820 വരെ ശങ്കരാചാര്യർ ജ്ഞാനത്തിലൂടെ ദൈവദർശനം പ്രാപിക്കുന്നതിന് മുൻതൂക്കം നൽകി. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തി, ദൈവഭയമാണ്. വിവേകം ദൈവത്തെ മറന്ന് ഉള്ള പ്രവൃത്തി ആണ് ഈ ദോഷം വിട്ടകലുന്നതായ എല്ലാ കാര്യങ്ങളും വിവേകത്തിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് ദൈവത്തോടുള്ള ഭക്തിയാണ് ദോഷം വിട്ടകലുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. വിവേകത്തോടെ പ്രവർത്തിക്കുവാൻ ഒരു വ്യക്തിക്ക് ഇടയായി തീരണമെങ്കിൽ അചഞ്ചലമായ ദൈവവിശ്വാസവും ദൈവഭക്തിയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന ക്രിസ്തുവിന്റെ ഉപദേശം യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു. മലയാളത്തിന്റെ ഭക്തകവിയായ പൂന്താനത്തിന്റെ ഭക്തി കവിതയാണ് ജ്ഞാനപ്പാന. ദൈവഭക്തിയുടെ പ്രാധാന്യം വിളിച്ചറിയിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ദൈവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം എന്ന വേദപുസ്തകം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ദൈവത്തോടുള്ള ഭക്തിയാണ് ജ്ഞാനത്തിന്റെ തുടക്കം. ഇവിടെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് ഈ ജ്ഞാനം പ്രാപിക്കുവാൻ നമ്മുടെ തലമുറയെ ദൈവ കൃപയോടുകൂടി വളർത്തുവാനായിട്ട് നമുക്കിടയായിത്തീരണം. ദൈവം നൽകുന്ന ജ്ഞാനം മനുഷ്യ നന്മയ്ക്കായി പ്രവൃത്തിയിലൂടെ പ്രയോജനപ്പെടുത്തണം. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന നരനും ഭാഗ്യവാൻ. അതിന്റെ പാതകളെല്ലാം സമാധാനം ആകുന്നു എന്ന് സദൃശ്യവാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായം 13-17 വാക്യങ്ങൾ. ജ്ഞാനിയും വിവേകിയും ആർ? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, അവൻ ജ്ഞാന ലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ നല്ല പ്രവൃത്തികളെ കാണിക്കട്ടെ. ഇന്ന് സൗമ്യതയുടെ സ്ഥാനം നഷ്ടപ്പെട്ട ജാടയുടെ ലോകത്തിൽ നാം ജീവിക്കുകയാണ്. വിവേകത്തിന്റെ അഭാവം കൊണ്ട് ഇന്ന് അഹങ്കാരവും ജാടയും വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് അറിവും വിദ്യാഭ്യാസവും നല്ല തിരിച്ചറിവിലേക്കും ദൈവികമായ ജ്ഞാനം മനുഷ്യ നന്മയുടെ പ്രവർത്തനങ്ങളിലേക്കും വ്യാപരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ അർത്ഥപൂർണവും സമ്പുഷ്ടവുമാക്കി തീർക്കുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വിവേകം വിനയത്തിന് ആക്കം കൂട്ടുന്നു. സൗമ്യതയാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. അതുകൊണ്ട് ഹൃദയത്തിൽ ദൈവിക പരിജ്ഞാനത്തെ ആർജിച്ചുകൊണ്ട് നല്ല മൂല്യബോധത്തോടെ മനുഷ്യ നന്മയെ ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നമ്മുടെ പ്രവർത്തനങ്ങൾക്കൊണ്ടും ഇടയായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നികളത്തെ മാറ്റി പ്രവർത്തന സരണിയിൽ വിജയം വരിപ്പാനായിട്ട് നമുക്കിടയായി തീരണം. നികളമൻ ഹൃദയത്തെ മൂടി ഇരുളിലാക്കിയ ജീവിതം, കോപമെന്നതരങ്ങൾ മൂടി പരുഷമാക്കി മൊഴികളെ, ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൻ നിഗളിയാ സ്നേഹവാനെ ക്ഷമിക്കണേ. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ പാപമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ